സമ്മാന ചടങ്ങാണ്. ബന്ധുമിത്രാദികളെയും വരന്റെയും വധുവിന്റെയും കുടുംബത്തിന്റെ പേരിൽ ആർദ്രമായി സ്വാഗതം ചെയ്യും. ആദ്യമായിട്ട് ഒരു നിമിഷം എല്ലാവരും വിഷ്ണു പ്രാർത്ഥിക്കുന്നു. പിന്നെ ചടങ്ങിന്റെ ആദ്യമായിട്ട് ജാതകം കൈമാറലാണ്. വധുവിന്റെയും വരന്റെയും അച്ഛന്മാർ, അമ്മാവൻ, വരന്റെ അമ്മാവനും വധുവിന്റെ അച്ഛനും രണ്ടുപേരുടെയും ജാതകം അന്യോന്യം കൈമാറുകയാണ്. നിശ്ചയത്തിന്റെ ചാർട്ട് ആദ്യമായിട്ട് വായിക്കുന്നതായിരിക്കും. വധുവിന്റെ അച്ഛൻ വിവാഹ നിശ്ചയ ചാർട്ട്, വിവാഹ എന്നത്തേക്കാണെന്നുള്ള ചാർട്ട് വായിക്കുന്നതായിരിക്കും. മുഹൂർത്ത ചാർട്ട് വായിക്കാൻ പോവുകയാണ്. പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരി താലൂക്കിൽ പത്തനംതിട്ട വില്ലേജിൽ അഴൂർ മുറിയിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ രമണീ സദനം വീട്ടിൽ ശ്രീമതി ഉമാ ബാലകൃഷ്ണൻ ശ്രീമാൻ ജിജി വിശ്വനാഥിൻ്റെയും മകൾ അത്തം നക്ഷത്രജാതയായ സൗഭാഗ്യവതി അപർണ, കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് താലൂക്കിൽ ചേവായൂർ വില്ലേജിൽ മലാപ്പറമ്പ് ദേശം കോഴിക്കോട് കോർപ്പറേഷനിൽ മേഘമൽഹാർ വീട്ടിൽ ശ്രീമതി ജിജ ശശികുമാറിൻ്റെയും ശ്രീമാൻ ശശികുമാറിൻ്റെയും മകൻ രോഹിണി നക്ഷത്രജാതനായ ചിരഞ്ജീവി സിദ്ധാർത്ഥും തമ്മിലുള്ള വിവാഹത്തിന് മുഹൂർത്തം ചിന്തിച്ചതിൽ കൊല്ലവർഷം 1202 തുലാം മാസം 7-ാം തീയതി, അതായത് നമ്മുടെ ഇംഗ്ലീഷ് വർഷം നോക്കുകയാണെങ്കിൽ 2026 ഒക്ടോബർ മാസം 24-ാം തീയതി ശനിയാഴ്ച വൃശ്ചിക രാശിയിൽ പകൽ 11:20-നും 11:55-നും അകമേയുള്ള ശുഭമുഹൂർത്തത്തിൽ താലികെട്ടിനും കന്യാദാനത്തിനും തീരുമാനിച്ചിരിക്കുന്നു. അന്നേ ദിവസം 1:30-നും 1:45-നും മധ്യേ ശുഭയാത്ര ആരംഭത്തിനും 4:45-നും 5-നും മധ്യേ ഗൃഹപ്രവേശനത്തിനും ഉത്തമമാകുന്നു. ആകയാൽ പ്രസ്തുത വിവാഹം പ്രസ്തുത മുഹൂർത്തത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്ര സന്നിധിയിൽ വെച്ച് നടത്തുന്നതിന് മാതാപിതാക്കളുടെയും സമുദായ പ്രതിനിധികളുടെയും ബന്ധുമിത്രാദികളുടെയും അനുഗ്രഹ ആശീർവാദങ്ങളോടെ ഈശ്വര സമർപ്പിതമായ താമ്പൂലം പരസ്പരം ഞങ്ങൾ കൈമാറുകയാണ്. താമ്പൂലം കൈമാറട്ടെ, താമ്പൂലം കൈമാറട്ടെ, താമ്പൂലം കൈമാറട്ടെ. ശനിയാഴ്ച വൃശ്ചിക രാശിയിൽ പകൽ 11:20-ന് മേൽ 11:55-ന് അകമേയുള്ള ശുഭമുഹൂർത്തത്തിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ
കൂടി വന്നു